നമസ്തേ, അസ്സലാമു അലൈക്കും. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്, നിലമ്പൂർ പുതുവാദിയാർമഠം കൊട്ടാരത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനറിയോ? മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു വിവരം പറയാനാണ്. കാരണം മലപ്പുറം ജില്ലയിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാൻ പാടില്ല. മുൻകാലങ്ങളിൽ പലതും ഇവിടെ സംഭവിച്ച ഒരു ചരിത്ര ഭൂമി തന്നെയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. ഒരു കാരണവശാലും മതപരമായ രീതിയിൽ പ്രത്യേകിച്ച് ഒരു സ്പർദ്ധ ഈ നാട്ടിൽ ഉണ്ടാവരുത്. പണ്ട് രാജഭരണമായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് രാജകൽപ്പന പുറപ്പെടുവിച്ചേനെ. ആ മഹാദേവ ക്ഷേത്രത്തിന് എന്താണ് പറ്റിയത്? ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലായിരുന്നു ഈ ക്ഷേത്രവും ഭൂമിയും. ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം ആ പള്ളിയുടെ നിർമ്മാണം നിർത്തിവെച്ചതായിട്ട് വിവരം അറിഞ്ഞു. ഇങ്ങനെ ഒരു സംഭവത്തിന് പിന്നിൽ ആരാണ് ഉത്തരവാദി? എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഞാൻ പറയുന്നു, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മല്ലിശ്ശേരി മനയും മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. ഏക്കർ കണക്കിന് ഭൂമി ദേവസ്വം ബോർഡിന് ഓരോ ഭക്തജനങ്ങളും വഴിപാടായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ കിട്ടുന്ന ഭൂമിയും അതുപോലെ തന്നെ ഗോക്കളെയും നേരാവണ്ണം പരിപാലിക്കാൻ കഴിയുമില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ദേവസ്വം ബോർഡ് ആ സ്ഥലം ആര് തന്നാലും ഏറ്റെടുക്കരുത്. കാരണം ഇത്തരം പവിത്രമായ രീതിയിൽ വഴിപാടായി കിട്ടുന്ന ഭൂമി കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ ഹിന്ദു സമാജത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള, തൻ്റെ ഇടമുള്ള, ഭക്തിയുള്ള പ്രസ്ഥാനങ്ങളും ക്ഷേത്രങ്ങളും വേറെയുമുണ്ട്. അതിലൊന്നു തന്നെയാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകളായിട്ട് ഭൂമിയോ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഏറ്റെടുത്ത് നടത്താനോ ആരുമില്ലെങ്കിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുക. എങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് പുനഃപ്രതിഷ്ഠ നടത്തേണ്ടത്, എങ്ങനെയാണ് ആ ക്ഷേത്രത്തെ അത്യുന്നതങ്ങളിൽ എത്തിക്കേണ്ടത് എന്ന് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിന് അറിയാം. മല്ലിശ്ശേരി മനയ്ക്കും ഊരാളന്മാരായ അവർക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഓരോ വ്യക്തികളും സമർപ്പിക്കുന്ന ആത്മസമർപ്പണം, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ആ ഭൂമി അന്യാധീനപ്പെടുത്താനുള്ളതല്ല. ഇനിയെങ്കിലും ശേഷിക്കുന്ന ഭൂമി ഇനിയെങ്കിലും കാത്തു സംരക്ഷിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ആ ഭൂമി എങ്ങനെയാണ് കാത്തു സംരക്ഷിക്കേണ്ടതെന്നുള്ളത് ഹൈന്ദവ സംഘടനകൾക്കറിയാം. കാരണം ക്ഷേത്രം ഹിന്ദുവിൻ്റെതാണ്. ഈ മലപ്പുറം ജില്ലയിലെ മനഃപൂർവ്വം മതപരമായ രീതിയിൽ സ്പർദ്ധ വർദ്ധിപ്പിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും വേണ്ടിയാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാര് ചെയ്താലും ശരി, തെറ്റാണ്, തെറ്റ്. നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാനും രാഷ്ട്രീയപരമായ രീതിയിൽ വോട്ട് കിട്ടാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ ഇളക്കിവിടാനും അതുപോലെ തന്നെ അക്രമം അഴിച്ചുവിടാനൊന്നും ഇടവരുത്തുന്നതല്ല മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങൾ
റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉണ്ടാവരുത്. ഒരു മുസൽമാനും ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും ഇവിടെ മതപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരല്ല. സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഐക്യതയോടും ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഈ ഭൂമിയിലെ എല്ലാ ജില്ലക്കാരും പറയുന്ന പോലെ ഞാനും പറയുന്നു, എൻ്റെ മലപ്പുറം ഇത് ഭൂമിയിലെ സ്വർഗമാണ്. സ്വർഗം. ഇവിടെ ഏതെങ്കിലും മുസൽമാന്റെ ആരാധനാലയങ്ങളോ ഭൂമിയോ ഏതെങ്കിലും ഹൈന്ദവനോ ക്രിസ്ത്യാനിയോ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടു കൂടിയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അനാവശ്യമായുള്ള വിവാദങ്ങൾക്ക് ഇട കൊടുക്കാൻ ഇടവരാതെ ഹൈന്ദവന്റെ ഭൂമിയാണെങ്കിൽ അത് പഴയ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു, പുരാതന ക്ഷേത്രം തന്നെയായിരുന്നു. നോക്കാൻ ആരുമില്ലെന്ന് കരുതി കള്ള പ്രമാണം ചമച്ച് സ്വന്തമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഇരിക്കാൻ കഴിയുക? ഇനി ഇടവരരുത്. കാരണം ഈ ഭൂമിയിലെ സ്വർഗമാണ് മലപ്പുറം ജില്ല, ഇവിടുത്തെ ജില്ലക്കാർക്ക്. ഇതുപോലെ എല്ലാ ജില്ലകളിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാതിരിക്കാൻ എല്ലാ മത വിഭാഗ ജനപ്രതിനിധികളും എല്ലാവരും പരിശ്രമിക്കുക. കാരണം ഒരു ഹിന്ദു ഇല്ലാതെ ഒരിക്കലും ഒരു മുസൽമാന് ജീവിക്കാൻ സാധിക്കില്ല. പണവും പദവിയും പ്രമാണിയും ജോലിയും കൊട്ടാരങ്ങളൊക്കെ നേടിയെങ്കിലും ഒരു അടയ്ക്ക പറിക്കാൻ അല്ലെങ്കിൽ തെങ്ങ് കയറാൻ ഹിന്ദുവേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു മുസൽമാന് ഇല്ലാതെ ഒരു ഹിന്ദുവിനും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. കാരണം ഇവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങളാവട്ടെ എല്ലാ അർത്ഥത്തിലും ഈ മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും സ്നേഹവും സഹകരണവും സഹായവും ഇല്ലാതെ ഒരടി മുന്നോട്ട് നീങ്ങാൻ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും കഴിയില്ല. അങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ഒത്തൊരുമയോടുകൂടി കഴിയേണ്ടവരാണ് ഈ മലപ്പുറം ജില്ലക്കാർ. ഇവിടെ ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാകാനും ഇടവരാതെ ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവര് അവര് തന്നെ മുൻകൈയെടുത്ത് അതിൽ നിന്ന് പിന്മാറുക. ആ ഭൂമിയിൽ പുരാതന ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ക്ഷേത്രം തന്നെയാണ് ഉയരേണ്ടത്. ഈ വിവരം എല്ലാ സജ്ജനങ്ങളെയും അറിയിക്കുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിലുള്ള മുഴുവൻ സ്നേഹനിധികളെയും. ഇവിടെ മത വിരോധം ആർക്കും വേണ്ട. കാരണം ഇവിടെ ഹിന്ദു മുസൽമാനെ പോലെ ജീവിക്കും, മുസൽമാൻ ഹിന്ദുവിനെ പോലെ ജീവിക്കും, ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയെ പോലെ ജീവിക്കും. കാരണം ഇവിടെ മതം ഒരു തടസ്സമേ അല്ല ജീവിക്കാൻ. ഞാനിട്ട തൊപ്പി നിങ്ങൾക്കറിയോ? ഇതൊരു തൊപ്പിയാണ്. ഈ തൊപ്പി എൻ്റെ അമ്മ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ പുഷ്പലത അമ്മാൾ എന്ന് പറയുന്ന എൻ്റെ അമ്മ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി, അയൽവക്കക്കാർക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി, നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടി തുന്നിയൊരു തൊപ്പിയാണിത്. ഇതുപോലെ വെള്ള തൊപ്പി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ പോകാൻ വേണ്ടി അവർ നൂലും സൂചിയും വാങ്ങി കൊണ്ടുകൊടുക്കും. കൂടാതെ 25 രൂപയും അവിടെ സമർപ്പിക്കും ഉമ്രപ്പടിയിൽ. എൻ്റെ അമ്മ കൈകൊണ്ട് നെയ്തെടുക്കുന്ന തൊപ്പിയാണ് ഇത്തരം തൊപ്പി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എന്നുള്ള വിരോധം നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത്. അത് ക്ഷേത്രത്തിൻ്റെ കാര്യമായാലും ശരി, പള്ളിയുടെ കാര്യമായാലും ശരി, ചർച്ചിൻ്റെ കാര്യമായാലും ശരി, ആഘോഷങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, ഇവിടെ എല്ലാ ആഘോഷങ്ങൾക്കും
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും തന്നെയാണ് ജീവിക്കുന്നത്. ഇനിയുള്ള തലമുറയും അതുപോലെ തന്നെയാണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറുക ആരായാലും. മുസ്ലിം സമുദായത്തിൻ്റെ, മലപ്പുറം ജില്ലയിലെ മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ കേന്ദ്രമാണ് പാണക്കാട് ശിഹാബ് തങ്ങളുടെ കൊടപ്പന തറവാട്. അതുപോലെയാണ് മലപ്പുറം ജില്ലയിലെ ഹൈന്ദവരുടെ, ഹിന്ദുക്കളുടെ സവർണ മേധാവിയെന്നോ അവർണനെന്നോ ഇല്ലാതെ ഏത് മനുഷ്യർക്കും ഇതര മത സഹോദരങ്ങൾക്കും എപ്പോഴും കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ പുതുവാദ്യാർമഠം കൊട്ടാരം. ഇവിടെ സകല ജാതികൾക്കും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരം ഉണ്ട്. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾക്ക് സ്നേഹത്തോടും സഹായത്തോടും സഹകരണത്തോടു കൂടി എല്ലാവരെയും സേവിക്കുക, സ്നേഹിക്കുക, സഹായിക്കുക, സഹകരിക്കുക, ഒത്തുചേരുക. ഇതായിരിക്കണം നമ്മുടെ മലപ്പുറം ജില്ലയുടെ സന്ദേശം. കാരണം ഈ കൊട്ടാരത്തിൻ്റെ കീഴിൽ നിലമ്പൂർ സ്നേഹാലയം എന്ന ഒരു കൊച്ചു ട്രസ്റ്റ് ഉണ്ട്. ഈ ട്രസ്റ്റ് പാഞ്ചജന്യം എന്നും കൂടി ഈ ട്രസ്റ്റിൻ്റെ ഒരു പേരുണ്ട്. NGO ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിന് കീഴിലാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രവും എല്ലാം പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന ആളുകൾ ഇന്ന മതസ്ഥരാണോ, ഇന്ന ജാതിക്കാരാണോ, ഇന്ന രാഷ്ട്രീയക്കാരാണോ നോക്കിയിട്ടല്ല ഇവിടെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ അങ്ങനെ നോക്കാറില്ല ആരും. ഈ ട്രസ്റ്റിലേക്ക് അന്നദാനം ഇപ്പോൾ ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ചയിൽ മുനറലി ശിഹാബ് തങ്ങളുടെ വക, മലപ്പുറം പാണക്കാട് ശിഹാബ് തങ്ങളുടെ കുഴപ്പന തറവാട്ടിൽ നിന്ന് ആണ് ഈ സ്നേഹാലയത്തിലെ പാവപ്പെട്ട കുട്ടികൾക്കും അശരണരായ ആളുകൾക്കുള്ള അന്നദാനം. ഇവിടെ ഏറെയും മുസ്ലിം സഹോദരന്മാരുടെ കുടുംബങ്ങളിൽ നിന്നാണ് അരിയും സാധനങ്ങളും പച്ചക്കറിയും എല്ലാം തരുന്നത്. ഇതൊരു ഹിന്ദു സ്ഥാപനമാണെന്ന അറിവോടുകൂടി തന്നെയാണ്. രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിലമ്പൂർ ശ്യാം സുന്ദർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്നേഹത്തോടെ ഇവിടെ എത്തിച്ചേരുന്നത്. നിലമ്പൂർ ജ്യോതിപ്പടി LIC ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഓഫീസിലേക്ക്. അപ്പോൾ അത് പോലെ ആയിരിക്കണം മതത്തിൻ്റെ പേരിൽ കലഹിക്കാനും വിദ്വേഷം പ്രചരിപ്പിക്കാനും ഒന്നും തന്നെ നമ്മുടെ ജില്ലയിൽ ആരും മെനക്കെടണ്ട. കാരണം ആ പരിപ്പ് ഈ ജില്ലയിൽ വേവില്ല. ഇവിടെ സ്നേഹമുള്ള ആളുകളാണ്. ഒരു പ്രശ്നം വന്നാൽ ഇവിടെ മതവും ജാതിയും രാഷ്ട്രീയമൊന്നുമില്ല. മലപ്പുറം ജില്ലക്കാര് ഒറ്റക്കെട്ടന്നെയാണ്. അത് വിദേശത്തുള്ള ആളുകൾക്കും അറിയാം. കാരണം ഈ പ്രപഞ്ചത്തിലെ എവിടെയുണ്ടോ മലയാളികൾ, ആ മലയാളികൾ പകുതിയും മലപ്പുറം ജില്ലക്കാരനെയാണ്. മനസ്സിലായോ? അപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് വരെ ഈ നിലമ്പൂർ സ്നേഹാലയത്തിലേക്ക് അരിയും സാധനങ്ങളും മരണാനന്തര ഭക്ഷണവും വസ്ത്രങ്ങളും വിവാഹ ഭക്ഷണവും ജന്മദിന ഭക്ഷണവും ഒക്കെ ജാതി മതം നോക്കിയിട്ടല്ല ഇവിടെ എത്തിച്ചു തരുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മളുടെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യൻ്റെയും മനസ്സും. അപ്പോൾ തളി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായി ആവണം. ഇത് പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെ രാജകൽപ്പന തന്നെയാണ്. അനുസരിക്കുക, അതുപോലെ തന്നെ ഉൾക്കൊള്ളുക. നമ്മുടെ ജില്ല മതേതരത്വത്തിൻ്റെ പ്രതീകമായ ഒരു ജില്ല തന്നെയാണ്. സത്യം നമ്മൾക്ക് പറയാം, എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും. പക്ഷേ പക വേണ്ട. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൻ്റെയും പാദ നമസ്കാരം.